എന്നും ആദരങ്ങൾക്ക് അർഹരാണ് അമ്മമാർ. തയ്യാറാക്കി നൽകുന്ന ഭക്ഷണത്തിന് മുന്നിലെത്തുന്ന ഏത് കുട്ടികളും അവർക്ക് സ്വന്തം മക്കൾ തന്നെയാണ്. കോതമംഗലം മാർ ബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉച്ചഭക്ഷണം തയ്യാറാക്കി വിളമ്പുന്ന ഷിജി എൽദോസ്, ഡെയ്സി എൽദോസ് എന്നിവരെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് ആദരിച്ചു. കഴിഞ്ഞ 18 വർഷമായി ഇതേ ജോലിയിൽ തുടരുകയാണ് ഇരുവരും. ഒന്നോ അതിലധികമോ കുട്ടികൾക്ക് ഭക്ഷണം തയ്യാറാക്കി നൽകുന്ന അമ്മമാരെ നമ്മൾ ആദരിക്കുകയും അധ്വാനത്തെ അഭിനന്ദിക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ 800ഓളം വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം തയ്യാറാക്കി നൽകുന്ന അമ്മമാരെ എത്രയധികം അഭിനന്ദിച്ചാൽ മതിയാകും. കോതമംഗലം മാർ ബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഭക്ഷണം തയ്യാറാക്കി നൽകുന്ന അമ്മമാരായ ഡെയ്സി എൽദോസ്, ഷിജി എൽദോസ് എന്നിവരെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് ആദരിച്ചു. സീഡ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു ആദരം. കഴിഞ്ഞ 18 വർഷമായി ഇവർ ഈ ജോലി മുടങ്ങാതെ ചെയ്തുവരുന്നു. രാവിലെ 8 മണിയോടെ പാചകപ്പുരയിലെത്തും. ഉച്ചയ്ക്ക് 12 മണിക്ക് ചോറും 3 കൂട്ടം കറികളും തയ്യാറാക്കി നൽകും. ചോറും കറികളും മാത്രമല്ല, വെജിറ്റബിൾ ബിരിയാണിയും ഒപ്പമുണ്ട്. ആദരമേറ്റുവാങ്ങിയ ഇവരുടെ കണ്ണുകളിൽ സന്തോഷത്തിന്റെ നനവും കാണാനായി. കുട്ടികൾക്കൊപ്പം രക്ഷിതാക്കളുടെ സാന്നിധ്യവും ശ്രദ്ധേയമായി. പ്രധാനാധ്യാപിക ബിന്ദു വർഗീസ് സ്വാഗതം ആശംസിച്ചു. സ്കൂൾ മാനേജർ ലാൽ വർഗീസ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ഭാനുമതി രാജു നിർവഹിച്ചു. ശുദ്ധിയായ ഭക്ഷണം, ആരോഗ്യകരമായ ഭക്ഷണം, അതാണ് നമ്മുടെ ഓരോരുത്തരുടെ ജീവൻ തന്നെ പിടിച്ചു നിർത്തുന്ന ഭക്ഷണക്രമം. ഇവിടെ ബേസിൽ സിറ്റിയിൽ ഇവിടുത്തെ ക്യാൻറ്റീനിൽ ഭക്ഷണം ഉണ്ടാകുമ്പോൾ പറയാൻ കഴിയുമോ, ദേശീയക്ക് കൊണ്ടുപോകാൻ അറിയാവുന്നതാണ്. 18 വർഷത്തോളമായി ദേശീയ ഇവിടെ നിങ്ങൾ സ്കൂളിൽ നിങ്ങൾ ഭക്ഷണം പാകം ചെയ്ത് തന്നുകൊണ്ടിരിക്കുന്നു. ഒന്നിനൊരു കുറവോ കുറ്റമോ കാണാൻ മാനേജ്മെൻറ്റിനോ അധ്യാപകർക്കോ അല്ലെങ്കിൽ സ്റ്റുഡൻസിനോ കഴിയില്ല. അത് തന്നെ അത്ഭുതമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ ഉണ്ടാകുന്ന ഭക്ഷണങ്ങൾ എന്തെങ്കിലും കുറവോ തന്നാൽ അത് കുറ്റമായി കാണുന്ന ആളുകളുണ്ട്. അതൊന്നും നമ്മുടെ ഇവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നല്ല കാര്യം. അതുപോലെ ഷിജിയും ഡെയ്സിയും ആളിവിടെ പാചകപ്പുരയിലുള്ളത്, നിങ്ങൾക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാകുന്ന പാചകപ്പുരയിൽ. PTA പ്രസിഡന്റ് PK ബിജു ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. മുതിർന്ന അധ്യാപിക രഞ്ജിനി തോമസ് നന്ദി രേഖപ്പെടുത്തി. എൽദോസമെ, സീഡ് കോർഡിനേറ്റർ ഷെല്ലി പീറ്റർ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.